തട്ടമിട്ട ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുന്നു. കമന്റ് ബോക്സ് തുറക്കാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം നല്ലൊരു ശതമാനം കമന്റ്സ് എന്തായിരിക്കുമെന്ന്. എന്നാലും ഞാൻ കാണിച്ചു തരാം. ലുട്ടാപ്പിയെ പോലെ ഒരാൾ തീന്റെ അടുത്ത് കിടക്കുന്നത്. യു ആർ നോട്ട് മുസ്ലിം. സംവൺസ് ഫ്യൂച്ചർ വൈഫ് ഈസ് ഡാൻസിങ്. ഇഫ് യു ചൂസ് ടു വിയർ ദ ഹിജാബ്, റെസ്പെക്ട് വാട്ട് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ. ഹിജാബ് ഈസ് നോട്ട് എ ഫാഷൻ സ്റ്റേറ്റ്മെന്റ്. സിസ്റ്റർ, യു ആർ മുസ്ലിം. യു ആർ ഡിഫറെന്റ്. ഡോണ്ട് ഡു ദീസ് തിങ്സ്. യു നോ യുവർ റിയൽ വർത്ത്. അടിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ബെൽറ്റ് റെഡിയാക്കുന്ന ഒരു ഇമേജ്. കൊന്തയിട്ട് ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ ക്രിസ്ത്യൻ പുരുഷന്മാർ ഇങ്ങനെ കമന്റ്സ് ഇടാറില്ല. കുറെ തൊട്ട് ഹിന്ദു പെൺകുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ ഹിന്ദു പുരുഷന്മാരും ഇങ്ങനെ കമന്റ്സ് ഇടാറില്ല. അപ്പൊ എന്തുകൊണ്ടാണ് തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ ഒരുപാട് മുസ്ലിം പുരുഷന്മാർ ഇങ്ങനെയുള്ള കമന്റ്സ് ഇടുന്നത്? ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്ത വേറൊരാളുടെ കമന്റ് ബോക്സിലെ ഒരു കമന്റ് വായിച്ചപ്പോഴാണ് അതിന്റെ കാരണം മനസ്സിലായത്. ഹിജാബ് ഇട്ട് ഡാൻസ് കളിക്കുന്നത് തെറ്റല്ലേ ബ്രോ? ഇസ്ലാമിൽ ഹറാമായ കാര്യം ചെയ്യാൻ പാടില്ല. പിന്നെ ഇതുപോലെ കാണിച്ചാൽ വിശ്വാസികൾ പറയണ്ടേ? അപ്പൊ ഇവർ അറിഞ്ഞോ അറിയാതെയോ മത പോലീസ് ആവുകയാണ്. ഇങ്ങനെ മത പോലീസ് ആകാനുള്ള ത്വര ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് ഇവർ തന്നെ സ്വയം ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ്. ഇനി എനിക്ക് ഇവരോട് പറയാനുള്ളത്, ഇവരാരും തന്നെ അവരുടെ മതം 100% ഫോളോ ചെയ്യുന്നില്ല. ഇവരെക്കാൾ തീവ്രത കൂടിയ ഒരാൾക്ക് ഇവരോട് പറയാം, ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചാൽ അന്യ സ്ത്രീകളെ കാണും, ഹറാമായിട്ടുള്ള മറ്റൊരുപാട് കാര്യങ്ങൾ കാണും, അതുകൊണ്ട് ഇൻസ്റ്റ തുറന്നാൽ നരകത്തിൽ ചുട്ടരിക്കപ്പെടും, ഇസ്ലാമിനെ പറയിപ്പിക്കരുത്, അങ്ങനെ. അപ്പൊ അത് കേൾക്കുന്ന നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക? ഒരു സ്ത്രീ മുസ്ലിം ആയാൽ അല്ലെങ്കിൽ തട്ടമിട്ടാൽ അവൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയേ പ്രവർത്തിക്കാൻ പാടൂ എന്നത് നിങ്ങളുടെ ആഗ്രഹം മാത്രമാണ്. അതുകൊണ്ട് അവൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല. അത് അവളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. ആരോ പറഞ്ഞ പോലെ നിങ്ങളുടെ മതവിശ്വാസം നിങ്ങളുടെ അടിവസ്ത്രം പോലെയാണ്. അത് നിങ്ങൾക്ക് ധരിക്കാം, ധരിക്കാതിരിക്കാം. പക്ഷെ നിങ്ങൾ അത് ഇട്ടത് കൊണ്ട് എല്ലാവരും അത് ഇടണമെന്നോ അത് ഇട്ട ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ പ്രവർത്തിക്കണമെന്നോ നിങ്ങൾ വാശി പിടിക്കരുത്. അങ്ങനെ വാശി പിടിച്ചാൽ അത് നാറാൻ തുടങ്ങും. ആ നാറ്റത്തെ ആളുകൾ വിമർശിക്കും. അത് മനസ്സിലാക്കുക.